ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. വൻകിട വികസന പദ്ധതികൾ നവീന ഇന്ത്യയെ സൃഷ്ടിക്കുകയാണെന്ന് ഗുജറാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീശക്തിയുടെ സംഭാവനകളെ അഭിവാദ്യം ചെയ്യാനുള്ള അവസരമായി വനിതാ ദിനം ആഘോഷിക്കണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 1-ാം ക്ലാസ് പ്രവേശനത്തിന് ഇനി 6 വയസ്സ്. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശം. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച ഭക്തലക്ഷങ്ങൾ. സാംസ്കാരിക മേഖലയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കാലാനുസൃത പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരള മേഘാലയ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ തീർത്ഥാടന കേന്ദ്രങ്ങൾ നവീകരിക്കപ്പെടുമ്പോൾ മറുവശത്ത് വൻകിട ആധുനിക പദ്ധതികൾ പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി സാധാരണക്കാർക്ക് സൌകര്യമൊരുക്കാനുള്ള ഇച്ഛാശക്തിയും പ്രതിബദ്ധതയും മുൻ കോൺഗ്രസ് സർക്കാർ കാട്ടിയില്ലെന്നും കുറ്റപ്പെടുത്തി. രാജ്യമെമ്പാടുമുള്ള 11,500 കോടി രൂപയുടെ 200-ലേറെ ആരോഗ്യ സേവന അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. രാജ്കോട്ട്, ബത്തിന്ദ, റായ്ബറേലി, കല്യാണി, മംഗളഗിരി എന്നിവിടങ്ങളിലെ 5 എയിംസ് ആശുപത്രികളും ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിനായി സജ്ജീകരിച്ച ദേശീയ നിലവാരത്തിലുള്ള മൈക്രോബയോളജി ലാബുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. രാജ്കോട്ടിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഓൺലൈനായാണ് ഉദ്ഘാടനം നടത്തിയത്. കാക്കനാട് അനലിറ്റിക്കൽ ലബോറട്ടറിയിലും കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലുമാണ് മൈക്രോബയോളജി ലാബുകൾ പ്രവർത്തന സജ്ജമായിരിക്കുന്നത്. രാജ്യത്തിന്റെ വികസന യാത്രയിൽ സ്ത്രീശക്തിയുടെ സംഭാവനകളെ അഭിവാദ്യം ചെയ്യാനുള്ള അവസരമായി മാർച്ച് 8 വനിതാ ദിനം ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ജൈവ കൃഷി, ജലസംരക്ഷണം, ശുചിത്വം എന്നിവയിലെല്ലാം സ്ത്രീകൾ തങ്ങളുടെ നേതൃപാടവം തെളിയിച്ചതായും മൻ കി ബാത്തിന്റെ 110ാം പതിപ്പിൽ അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ യുവ സുഹൃത്തുക്കൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എത്രത്തോളം പങ്കെടുക്കുന്നുവോ അത്രത്തോളം രാജ്യത്തിന് ഗുണകരമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അനന്തപുരിയെ യാഗശാലയാക്കി അഭീഷ്ടവരദായിനിക്ക് പൊങ്കാലയർപ്പിച്ച ഭക്തർ മടങ്ങി. ലക്ഷക്കണക്കിന് സ്ത്രീഭക്തരാണ് ഇത്തവണയും ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാൻ തിരുവനന്തപുരത്ത് എത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. ഉച്ചയ്ക്ക് 2:30 നടന്ന നിവേദ്യ ചടങ്ങോടെയാണ് ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പരിസമാപ്തിയായത്. ചടങ്ങിന്റെ ഭാഗമായി ഹെലികോപ്റ്ററിൽ നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. നിവേദ്യ ചടങ്ങ് പൂർത്തിയായതിന് പിന്നാലെ ഭക്തർ വീടുകളിലേക്ക് മടങ്ങി. ഭക്തർക്കായി KSRTCയും റെയിൽവേയും വിപുലമായ സർവീസാണ് ഏർപ്പെടുത്തിയത്. തമ്പാനൂർ, കിഴക്കേക്കോട്ട എന്നിവിടങ്ങളിൽ നിന്നും 500 ബസ്സുകളാണ് KSRTC സർവീസ് നടത്തിയത്. വൈകുന്നേരം 3:30 കൊച്ചിയിലേക്ക് പ്രത്യേക മെമു സർവീസ് റെയിൽവേ ഒരുക്കിയിരുന്നു. പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണ പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശുചീകരണത്തിനായി 3000-ഓളം പേരെയാണ് തിരുവനന്തപുരം നഗരസഭ നിയോഗിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി 8 മണിവരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 6 വയസ്സോ അതിൽ കൂടുതലോ ഉള്ളവർക്ക് മാത്രമേ 1-ാം ക്ലാസ് പ്രവേശനം അനുവദിക്കാവൂ എന്ന് കേന്ദ്രം. ഇത് സംബന്ധിച്ച എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകി. അടുത്ത അധ്യയന വർഷം മുതലാണ് ഇത് നടപ്പാക്കുക. 2020 ദേശീയ വിദ്യാഭ്യാസ നയം, 2009 കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രാലയത്തിന്റെ നടപടി. സാംസ്കാരിക രംഗത്തെയും സാംസ്കാരിക പ്രവർത്തകരെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള കാലാനുസൃതമായ പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കി വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്യം നിന്നു പോകുന്ന കലാരൂപങ്ങളെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ സർക്കാർ നടത്തിവരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നവകേരള സദസ്സിന്റെ ഭാഗമായി തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിലേതുൾപ്പെടെ രാജ്യത്തെ 554 റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിന് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും. ഇതോടൊപ്പം 1500 റെയിൽവേ മേൽപ്പാലങ്ങളും അടിപ്പാതകളും പണിയുന്നതിനും തുടക്കമാകും. പാലക്കാട് ഡിവിഷനിൽ 9 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. ഭിന്നശേഷി സൌഹൃദ കേരളം, നവകേരള കാഴ്ചപ്പാട് എന്ന വിഷയത്തിൽ ഭിന്നശേഷി മേഖലയിലെ പ്രമുഖ വ്യക്തികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന മുഖാമുഖം പരിപാടി നാളെ തിരുവനന്തപുരത്ത് നടക്കും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ RDR കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി ഇന്ന് രാത്രി 8:35 പ്രക്ഷേപണം ചെയ്യും.
നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളും 3D അനിമേഷൻ പ്രവർത്തനങ്ങളുമായി ലിറ്റിൽ കൈറ്റ്സ് കാസർഗോഡ് ജില്ലാ ദ്വിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ജില്ലയിലെ 128 യൂണിറ്റുകളിൽ നിന്നായി 3488 ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. കാസർഗോഡ് GVHH മോഗ്രാൽ സ്കൂളിലാണ് കൈറ്റ്സ് ജില്ലാ ദ്വിദിന സഹവാസ ക്യാമ്പ് നടക്കുന്നത്. സ്കൂൾ തല ക്യാമ്പിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 860 കുട്ടികൾ ഉപജില്ലാ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. ഉപജില്ലാ ക്യാമ്പിലെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ജില്ലാ സഹവാസ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. പ്രോഗ്രാമിംഗ് അനിമേഷൻ മേഖലയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രത്യേകം സെഷനുകൾ ഉണ്ടാകും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് നടന്ന കേരള മേഘാലയ മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇരു ടീമുകളും നിശ്ചിത സമയത്തിനുള്ളിൽ ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു. കേരളത്തിനായി N ഭാഗ്യനാഥും മേഘാലയയ്ക്കായി S സൗത്തുമാണ് സ്കോർ ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. വൻകിട വികസന പദ്ധതികൾ നവീന ഇന്ത്യയെ സൃഷ്ടിക്കുകയാണെന്ന് ഗുജറാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീശക്തിയുടെ സംഭാവനകളെ അഭിവാദ്യം ചെയ്യാനുള്ള അവസരമായി വനിതാ ദിനം ആഘോഷിക്കണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 1ാം ക്ലാസ് പ്രവേശനത്തിന് ഇനി 6 വയസ്സ്. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശം. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. സാംസ്കാരിക മേഖലയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കാലാനുസൃത പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരള മേഘാലയ മത്സരം സമനിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.